അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോഴേ ഞാൻ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നല്ലതുപോലെ മാവുമായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് ഉരുട്ടി എടുക്കണം. വെള്ളം ഒഴിച്ച് നമ്മൾ നനയ്ക്കുന്നതിനനുസരിച്ച് മാവിങ്ങനെ ഉരുട്ടി തന്നെ എടുക്കണം. പുട്ടിൻ്റെ മാവ് ഇങ്ങനെ നമ്മൾ പിരുത്ത് നനയ്ക്കൂലേ, അതേപോലെ അങ്ങനെ ആകുമ്പോൾ ആ പിരുന്ന് വരുന്നത് കട്ടയായി കിടക്കും. ആ കട്ട വീണ്ടും നമ്മൾ ഉടച്ച് ഉരുട്ടിയെടുക്കാൻ നല്ല പാടായിരിക്കും. ഇനി കൈയുടെ തട്ട് കൊണ്ട് തന്നെ ഇതൊന്ന് നീട്ടി വലിച്ച് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാണുമ്പം തന്നെ അറിയാം നേരത്തേനേക്കാളും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചധികം സമയം നിന്ന് തന്നെ ഇത് നനച്ചെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഇപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ച് ആ ഒരു എണ്ണയുടെ ആ ഒരു ഈർപ്പത്തിൽ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം കോട്ടൺ തുണി കൊണ്ട് വേണമെങ്കിലും അടച്ച് വയ്ക്കാം. തുണി ഒന്ന് നനച്ചിട്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി. 1 മണിക്കൂറിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2ആയിട്ടാണിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കൈയുടെ വെള്ളയിൽ വെച്ച് തള്ളവിരൽ കൊണ്ട് നമുക്കിത് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആകുമ്പം അകത്ത് എയർ നിന്നിട്ട് മാവിൽ സ്ക്രാച്ച് വീണ് മാവ് പൊട്ടിപ്പോകത്തില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിലൂടെ മാവിങ്ങനെ പുറത്തോട്ട് തള്ളി എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ബോൾസായി കിട്ടും. ഇങ്ങനെ എനിക്ക് 9 ബോൾസ് ഉണ്ടായിരുന്നു 2 കപ്പ് മാവിന്. ചെറിയ ബോൾസാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മളിത് വീശി അടിച്ചിട്ട് 2ആയിട്ട് മുറിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോൾസാക്കിയത്. അതിനുശേഷം നമുക്ക് ഈ ഓരോ ബോൾസിൻ്റെ പുറത്തും എണ്ണയൊന്ന് തടവി അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി തുടച്ച് ഉണക്കിയതിന് ശേഷം ഇതേപോലെ വെച്ച് എണ്ണ തൂത്ത് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലാണ് ഞാനിത് വീശി അടിച്ചെടുക്കുന്നത്. ഇടത് കൈ കമത്തി പിടിക്കണം, വലത് കൈ ഇങ്ങനെ മലത്തി പിടിച്ച് ആ വലത് കൈ മുകളിലോട്ട് പൊക്കി നമുക്ക് മാവൊന്ന് വീശി അടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നനഞ്ഞ് റെഡിയായി വന്ന മാവാണെങ്കിൽ വീശി അടിക്കുമ്പം കീറിപ്പോകത്തില്ല. കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട് ആ മാവിൻ്റെ മുകളിൽ കൂടെ. ഇനി ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇങ്ങനെ റെഡിയാക്കിയ ഈ മാവ് വേണമെങ്കിൽ വീണ്ടും നമുക്ക് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ ഒരു മാവ് ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് ഓരോ സമയം കഴിയും തോറും ലാസ്റ്റത്തത് അത് ആ റെസ്റ്റായി തന്നെ വരും. ഇനി ചൂടായ ചട്ടിയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഇടുമ്പോൾ നല്ല ചൂട് ചട്ടി ആയതുകൊണ്ട് അതൊന്ന് കളറ് മാവ് ചേഞ്ചായി വരുമല്ലോ. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് ആ ഭാഗം കുറച്ചധികം സമയം കിടന്നൊന്ന് മൊരിയണം. എന്നിട്ട് ആദ്യത്തെ ഭാഗം വീണ്ടും തിരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മൊരിയിച്ചെടുത്താൽ പൊറോട്ട റെഡിയായി. അതിനുശേഷം ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് ചേർത്ത് അടിച്ചെടുത്താൽ സൂപ്പർ പൊറോട്ട റെഡിയാവും.